അമേരിക്കയിൽ കുടിയേറ്റ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പദ്ധതി കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇതിനായി ഒരു പുതിയ സർക്കാർ വകുപ്പ് രൂപീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഓഫീസ് ഓഫ് റീമൈഗ്രേഷൻ എന്നാകും ഈ വകുപ്പിന്റെ പേരെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ ഓഫീസിന്റെ പ്രധാന ജോലി എന്തായിരിക്കും? ലളിതമായി പറഞ്ഞാൽ കുടിയേറ്റക്കാരെ അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരികെ പോകാൻ സഹായിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ് ലക്ഷ്യം. നിയമപരമായി യുഎസിൽ താമസിക്കുന്നവരെയും രേഖകൾ ഇല്ലാത്തവരെയുമെല്ലാം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. റീമൈഗ്രേഷൻ ഐഡിയോളജി എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതി. അതായത് കുടിയേറ്റക്കാരെ സ്വമേധയാ അവരുടെ ജന്മദേശത്തേക്ക് മടങ്ങാൻ പ്രേരിപ്പിച്ച് എണ്ണം കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. നാടുകടത്തൽ എന്ന കഠിനമായ വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. പകരം ആളുകളെ സ്വമേധയാ മടങ്ങാൻ പ്രേരിപ്പിക്കാനാണ് ശ്രമം. സർക്കാർ സഹായത്തോടെയും മാർഗനിർദ്ദേശത്തോടെയും കുടിയേറ്റക്കാർ സ്വന്തമായി രാജ്യം വിട്ടു പോകുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ പദ്ധതി ഒരു വലിയ രേഖയായി കോൺഗ്രസിലേക്ക് അയച്ചിട്ടുണ്ട്. സെനറ്റ് ഫോറിൻ റിലേഷൻ കമ്മിറ്റി, ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി തുടങ്ങിയ പ്രധാന ഗ്രൂപ്പുകൾക്ക് ഈ രേഖ ലഭിച്ചിട്ടുണ്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത്. കോൺഗ്രസ് ഈ പദ്ധതിയെ എതിർത്തില്ലെങ്കിൽ ജൂലൈ 1 മുതൽ ഇത് നടപ്പാകാൻ സാധ്യതയുണ്ട്. US ധാരാളം വിദേശത്ത് ജനിച്ച ആളുകൾ താമസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം. 2023 ഏകദേശം 47.8 മില്യൺ, അതായത് 4,78,00,000 വിദേശത്ത് ജനിച്ച ആളുകൾ US-ലുണ്ടായിരുന്നു. അതിൽ ഏകദേശം 11 മില്യൺ ആളുകൾക്ക് മതിയായ രേഖകൾ ഉണ്ടായിരുന്നില്ല. ട്രംപിനെ പിന്തുണക്കുന്ന ചിലർ ഈ പദ്ധതി കുടിയേറ്റ നയം കൂടുതൽ ശക്തമാക്കുമെന്നും US-ന് ഗുണം ചെയ്യുമെന്നും പറയുന്നു. എന്നാൽ ഈ പദ്ധതിയെ എതിർക്കുന്നവർക്ക് ചില ആശങ്കകളുണ്ട്. ഇത് കുടിയേറ്റക്കാരുടെ കുടുംബങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും US ഒരു നല്ല രാജ്യമല്ലെന്ന് തോന്നിപ്പിക്കുമെന്നും അവർ ഭയപ്പെടുന്നു. നിയമപരമായി താമസിക്കുന്നവർ പോലും രാജ്യം വിട്ടു പോകാൻ നിർബന്ധിതരാകുമോ എന്നും അവർ സംശയിക്കുന്നു. ഈ നയം എല്ലാ കുടിയേറ്റക്കാരെയും സംശയത്തോടെ നോക്കാൻ പ്രേരിപ്പിക്കുമെന്നും അവർ പറയുന്നു. അതായത് രേഖകളില്ലാത്തവരെ മാത്രമല്ല ഇത് ബാധിക്കുക. ഈ പദ്ധതി US കുടിയേറ്റത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൽ വലിയ മാറ്റം വരുത്തും. ഇന്ത്യ, മെക്സിക്കോ, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ഇത് കൂടുതൽ കർശനമായ നിയമങ്ങളും കുറഞ്ഞ പിന്തുണയും നൽകിയേക്കാം. നിയമപരമായി ഇവിടെ താമസിച്ച് സമ്പദ്വ്യവസ്ഥയെ സഹായിക്കുന്നവരെയും ഇത് ബാധിക്കും. അടുത്ത കുറച്ച് ആഴ്ചകൾ നിർണായകമാണ്. കോൺഗ്രസ് ഈ പദ്ധതിയെ തടഞ്ഞില്ലെങ്കിൽ ഓഫീസ് ഓഫ് റീമൈഗ്രേഷൻ യാഥാർത്ഥ്യമാകും. അതായത് കുടിയേറ്റക്കാർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിയമപരമായി താമസിക്കുന്നവർക്ക് പോലും ആശങ്കയുണ്ടാകുന്ന സാഹചര്യമാണുള്ളത്. ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധയും പഠനവും ആവശ്യമാണ്. കുടിയേറ്റക്കാരുടെ ജീവിതത്തിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിനാൽ ഈ വിഷയത്തിൽ എല്ലാവരും ബോധവാന്മാരായിരിക്കണം.